എന്റെ കുട്ടി, എന്തിനാണ് നിന്റെ ഹൃദയത്തിൽ ഇത്രയേറെ ഭാരങ്ങൾ പേറുന്നത്? ഈ ജീവിതയാത്രയിൽ നീ ഒറ്റയ്ക്കാണെന്ന് എന്തിനാണ് കരുതുന്നത്? നിന്റെ മൗനത്തിലും നിന്റെ കണ്ണുനീരിലും മറ്റാരും കേൾക്കാത്ത നിന്റെ കൊച്ചു പ്രാർത്ഥനകളിലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ പുറത്താണ് ശക്തി തേടുന്നത്, എന്നാൽ സത്യം മറ്റൊന്നാണെന്ന്. കരുത്ത് ജനിക്കുന്നത് നിനക്കുള്ളിലാണ്. അതിലേക്കുള്ള വാതിൽ തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ നീ എന്തെങ്കിലും ചോദിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് നീ നിന്നിലെ ചൈതന്യവുമായി ചേരുകയാണ്, നിന്നെ തന്നെ സമർപ്പിക്കുകയാണ്. നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് സ്വയം തിരിച്ചറിയുകയാണ്. പ്രാർത്ഥന എന്നത് വെറും വാക്കുകളല്ല, അത് നിന്റെ മനസ്സിന്റെ നിശ്ചലതയാണ്, നിന്റെ ശ്വാസത്തിലുള്ള വിശ്വാസമാണ്, ഇരുട്ടിലും തെളിയുന്ന ആ ദൈവികമായ ക്രമത്തിലുള്ള നിന്റെ ഉറപ്പാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും പാദം, അത് ഈ ലോകത്തിന്റെ സ്വാഭാവികമായ രീതിയാണ്. തിരമാലകൾ ഉയരും, കൊടുങ്കാറ്റുകൾ വരും, വഴികൾ അവ്യക്തമാകും. പക്ഷേ പ്രാർത്ഥനയെ മുറുകെ പിടിക്കുന്നവന് പൊള്ളലേറ്റ് കെയ്യുന്ന നടക്കും. അചഞ്ചലമായ ഹൃദയത്തോടെ ഏതൊരു പ്രതിസന്ധിയും നേരിടാം. വേദനിക്കുമ്പോൾ മാത്രം നീ പ്രാർത്ഥിക്കരുത്, സമാധാനമായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുക. അങ്ങനെ സമാധാനം നിന്റെ സ്വഭാവമായി മാറട്ടെ. ഭയം കൊണ്ട് പ്രാർത്ഥിക്കരുത്, സ്നേഹത്തോടെയും ഭക്തിയോടെയും പൂർണ്ണമായ ആത്മസമർപ്പണത്തോടെയും പ്രാർത്ഥിക്കുക. നിന്റെ സ്വരം ഇടറിയാലും ഞാനത് കേൾക്കുന്നുണ്ട്. നിന്റെ വാക്കുകൾ മുറിഞ്ഞു പോയാലും എനിക്കത് മനസ്സിലാകും. നീ വെറുതെ മൗനമായിരുന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്റെ കുട്ടി, ഇതുകൂടി ഓർക്കുക. എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ നീ ശ്രമിക്കേണ്ടതില്ല. എല്ലാ യുദ്ധങ്ങളും നീ ഒറ്റയ്ക്ക് നയിക്കേണ്ടതുമില്ല. അതെല്ലാം എനിക്ക് നൽകൂ. നിന്റെ ആകുലതകളും ഭയവും സംശയങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥന നിന്റെ ശീലമാക്കൂ. അപ്പോൾ നിനക്ക് കാണാം നിന്റെ മനസ്സ് ശാന്തമാകുന്നത്, നിന്റെ ഹൃദയം ഉറയ്ക്കുന്നത്. ഞാൻ നിന്നിൽ നിന്ന് അകലെയല്ല, നിന്റെ വിശ്വാസത്തിലാണ് ഞാൻ വസിക്കുന്നത്. എന്നെ വിളിക്കൂ, ബഹളങ്ങളിലൂടെയല്ല, നിന്റെ സത്യസന്ധമായ ഉള്ളം കൊണ്ട്. അപ്പോൾ ഞാൻ നിനക്കൊപ്പം നടക്കും എന്നും.